ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും കുറച്ച് വ്യത്യസ്തവുമായിട്ടുള്ള മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ടേബിൾ സ്പൂണാണ്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആയാൽ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി. അപ്പോൾ എൻ്റെ ഇവിടെ നല്ല എരിവുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വീണ്ടും നല്ലപോലെ വറുത്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മീൻകറി വെക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 6-7 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നതിന് ശേഷം 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം വഴുതിനങ്ങയും തക്കാളിയും കൂടി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ രണ്ടും ഓരോന്ന് വീതമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മുടെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വഴുതിനങ്ങയും തക്കാളി എന്ന് പറയുന്നത് പെട്ടെന്ന് ഉടയുന്ന ഒരു വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ കറിയിലിടുന്ന മീൻ കഷ്ണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പുളി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറു തീയിൽ കുറച്ചധികം ടൈം എടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ശാരി മീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം. കായം വളരെ കുറച്ച് മതിയാവും. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. മീൻകറി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തണിയുമ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. അതുപോലെ മൺചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി കുറുകും കേട്ടോ. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തണിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മീൻകറി. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.